സ്വാമി ഗംഗേശാനന്ദ കേസിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടി കുറ്റപത്രം കോടതി മടക്കി. ജനനേന്ദ്രിയം മുറിച്ച പെൺകുട്ടിയെ ഗംഗേശാനന്ദ പീഡിപ്പിച്ചു എന്നതാണ് കേസ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, 7 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. ഇത് അപൂർണമാണെന്നാണല്ലോ ഇപ്പോൾ കോടതി പറയുന്നത്. വിവരങ്ങൾ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേസ്. അതായത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസ്, അതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ലൈംഗിക ഉപദ്രവം ചെറുക്കാനാണ് ജനനേന്ദ്രിയം മുറിച്ചത് എന്നുള്ളതായിരുന്നു ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. മാത്രവുമല്ല, ജനനേന്ദ്രിയം ഇതിനെതിരെ പെൺകുട്ടിക്കും സുഹൃത്തിനുമെതിരെ മറ്റൊരു കുറ്റപത്രം നൽകുമെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ കുറ്റപത്രം കോടതി മടക്കിയിരിക്കുന്നത്. കുറ്റപത്രം അപൂർണമാണ് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ലോക്കൽ പോലീസിന്റെ സീൻ മഹസർ അടക്കം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, ഈ ജനനേന്ദ്രിയം മുറിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇതടക്കമുള്ള കാര്യങ്ങൾ, ലോക്കൽ പോലീസിന്റെ കൂടുതൽ രേഖകളടക്കമുള്ള ആദ്യ പരാതിയുടെ പകർപ്പടക്കമുള്ള കാര്യങ്ങളും കോടതി ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുറ്റപത്രം മടക്കിയത്. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.